1952-53 അംബേദ്കറെ സംബന്ധിച്ച വസ്തുതാപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നതെന്ന് പറയുന്നതായിരിക്കും ശരി. ഇപ്പോഴിവിടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് പറഞ്ഞു. അതിൽ ജാതി നിർമൂലനവും ഇന്ത്യയിലെ ജാതികൾ എന്ന് പറഞ്ഞിട്ടുള്ള 2 ലേഖനങ്ങൾ, അത് ഓരോ രാജ്യത്തെയും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ട ഒരു കടമയല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ട കടമയായിരുന്നു അത്. ഓരോ രാജ്യത്തേക്കും അനുയോജ്യമായ രീതിയിൽ മാർക്സിസം ലെനിനിസം മാറ്റിത്തീർത്ത് പ്രയോഗിക്കുക എന്നതാണ് മാർക്സിസ്റ്റ് ആചാര്യന്മാർ പറയുന്നത്. ഈ മാറ്റിത്തീർത്ത് പ്രയോഗിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ സ്ഥലങ്ങളും സമയത്തിനും അടിസ്ഥാനമാക്കി മാർക്സിസത്തിനെ പ്രയോഗിക്കുക എന്നതാണ്. ഇതിൽ ഇന്ത്യ മഹാരാജ്യത്തിന് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിനെ വസ്തുനിഷ്ഠമായിട്ട് അപഗ്രന്ഥിച്ചിട്ടാണ്. ഇന്ത്യ രാജ്യത്തിനെ വസ്തുനിഷ്ഠമായിട്ട് അപഗ്രന്ഥിക്കുക എന്ന് പറഞ്ഞാൽ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിപ്ലവ തത്വശാസ്ത്രം മനസ്സിലാക്കാതെയും ചരിത്രത്തിൽ അറിവ് നേടാതെയും പ്രായോഗിക വിപ്ലവ പ്രസ്ഥാനത്തെ പറ്റി നല്ല പിടിപാടുകളില്ലാതെയും നിങ്ങൾക്ക് ഒരു മഹത്തായ വിപ്ലവ പ്രസ്ഥാനത്തെ വിജയത്തിലേക്ക് നയിക്കാൻ യാതൊരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുന്നല്ല. അതിൽ ചരിത്രത്തിനെ സംബന്ധിച്ച് ഊന്നിയാണ് പറഞ്ഞത്. നമ്മുടെ 4000 വർഷത്തെ ലിഖിത ചരിത്രമുണ്ടെന്നാണ് എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത്. എന്തായാലും അതിൽ 3800 വർഷം മുമ്പ് അങ്ങ് 48 ഞാൻ വായിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചരിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർമ്മിച്ച് പറയാം, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. രാഹുൽ സാങ്കൃത്യായൻ നിരവധി പുസ്തകങ്ങളാണ് ഈ ഇന്ത്യനെ അപഗ്രന്ഥിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് BC 1800 ആര്യന്മാർ ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. എന്തായാലും അതിൽ ഇനിയിപ്പോൾ അതൊരു 200 കൊല്ലം മുമ്പായാലും ശരി, ഒരു 200 കൊല്ലം പിമ്പായാലും ശരി, അവർ 4 വർണ്ണങ്ങളോട് കൂടിയിട്ടാണ് എത്തിയത് എന്നുള്ളതും ശരിയാണ്. അന്ന് ഇവിടെ ജാതിയില്ല, മറ്റു കാര്യങ്ങളില്ല, മതങ്ങളുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൊണ്ടുവന്ന അതാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈ ജാതികൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച പ്രശ്നം, ജാതികൾ ഉണ്ടായതിനെ സംബന്ധിച്ച പ്രശ്നം ഈ ജാതി നിർമൂലനത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്. തൊഴിൽ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി രൂപം കൊണ്ടത്. തൊഴിൽ വിഭജനം, ഉൽപാദനോപകരണങ്ങൾ പുതിയവ കണ്ടെത്തുക, ഉള്ളവ പരിഷ്കരിക്കുക എന്ന മനുഷ്യൻ്റെ പ്രത്യേക സ്വഭാവം കൊണ്ടാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് ഈ മനുഷ്യൻ വ്യത്യസ്തനായതും ലോകത്തിനെ തന്നെ ഭരിക്കാൻ, മറ്റ് ജീവജാലങ്ങളെ മുഴുവൻ ഭരിക്കാൻ സാധ്യമായത് എന്നും എല്ലാ ചിന്തകന്മാരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇന്നൊരു വെല്ലുവിളി ഇല്ലാത്ത സിദ്ധാന്തമാണ്. അങ്ങനെ അംബേദ്കറും അത് അംഗീകരിക്കുന്നുണ്ട്. അംബേദ്കർ വാസ്തവത്തിൽ ഈ കാര്യത്തിന് തൊഴിൽ വിഭജനം എല്ലാ രാജ്യത്തും വന്നിട്ടുണ്ടല്ലോ, അവിടെയൊന്നും ജാതി വന്നിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം മാർക്സിസ്റ്റുകാരോട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടെ തൊഴിൽ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള വർഗങ്ങളായിട്ടാണ് വന്നത്. അങ്ങനെ അത് ജാതിയായി സ്ഥായിയാക്കിയത് ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, അത് ബോംബിട്ട് ചുട്ടീകരിക്കണം എന്നല്ല, ബോംബിട്ട് തകർക്കണം എന്ന് അംബേദ്കർ പറഞ്ഞത് ഈ കാര്യം ഉന്നം വെച്ചുകൊണ്ടാണ്. ഈ ജാതിനെ ശിലാരൂപത്തിൽ ആക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ബ്രാഹ്മണൻ ഉണ്ടാക്കിയ സിദ്ധാന്തമാണ് ഈ ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ. അതുകൊണ്ട് ജാതിനെ തകർക്കേണ്ട ആദ്യ കടമയായിട്ട് അദ്ദേഹം സിദ്ധാന്തിക്കുന്നത് ഇതെല്ലാം തന്നെ ബോംബിട്ട് വെണ്ണീര് പോലും കാണിക്കരുത് എന്നാണ്.
ഇതങ്ങനെയാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് ഇന്നലെ വരെയുള്ള എൻ്റെ വായനയിലും എൻ്റെ ഏതായിട്ടുള്ള പഠനങ്ങളിലും മറ്റു മനുഷ്യരായിട്ടുള്ള ചർച്ചയിലും കൃത്യമായിട്ട് ഉണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. ഇനി അതിനെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് നമ്മൾ സംവാദം നടത്തിക്കൊണ്ട് എന്ന കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ബ്രാഹ്മണന്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്നത് തുടരുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദൈവങ്ങളെയും കൂടിയായി ഈ ശ്രുതികള്, സ്മൃതികള്, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ എന്നുള്ള ഈ സിദ്ധാന്തങ്ങൾ മാത്രമല്ല, അത് ദൈവങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിനെ പാവനമാക്കി തീർക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാതെ ആക്കുകയാണ്. ഈ ജാതി സിസ്റ്റത്തിനെ അരക്കിട്ടുറപ്പിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെ അവൻ ദൈവികമാക്കി തീർക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ബ്രാഹ്മണന്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്നത് തുടരും. ഈ കാര്യത്തിൽ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്ഥിതി, അവരിപ്പം മറ്റേ സനാതന ധർമ്മത്തിനെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞത്. ഈ രാജ്യത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ പുനരുദ്ധരിക്കാൻ ഞാൻ ഇന്നെ ജയിലിൽ നിന്ന് വന്നപ്പോൾ അത് കാണുകയാണ്. ഞാൻ എൻ്റെ കൂടെ ഒളിവിലുള്ള സഹാക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആ സഹാക്കള് ആ ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ നടക്കുകയാണ് സംഘപരിവാറിൻ്റെ കൂടെ. ഈ രീതിയിൽ അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് നമ്മുടെ മഹാനായ പിണറായി വിജയൻ പറയുന്നത്, സനാതനധർമ്മം തകർക്കപ്പെടണം. അത് തകർത്തയിലെ വലിയൊരു പങ്ക് ശ്രീനാരായണ. അതൊരർദ്ധസത്യമാണ്. ശ്രീനാരായണ ഗുരുവിനെ പിടിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു കാര്യം ഇന്നലെ വരെ പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പറഞ്ഞോ? അവര് പറഞ്ഞത് ജാതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞപ്പോഴൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ പറയട്ടെ, എന്താ അവർ പറഞ്ഞത്? ഞാനിതൊക്കെ അവരെ കുട്ടിക്കാലം മുതൽ തന്നെ വായിച്ചു വരികയാണല്ലോ. കുളം കുഴിക്കുമ്പം എന്തിന് കുറ്റി പറിക്കണം? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ സാമ്പത്തിക സമത്വം വരുത്താൻ വേണ്ടിയിട്ട് സോഷ്യലിസവും കമ്മ്യൂണിസവും വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊരുതുന്നത്. എങ്കിൽ പിന്നെ എങ്ങനെ അപ്പോഴും ജാതി നിൽക്കില്ല? സാമ്പത്തിക സമത്വം വരുന്നതിൽ എങ്ങനെ ജാതി നിൽക്കും? ജാതി പോയില്ലേ. പക്ഷെ സാമ്പത്തികമായിട്ട് എത്ര മെച്ചപ്പെട്ടാലും ജാതി അങ്ങനെ തന്നെ നിൽക്കുമെന്നുള്ളതിന് ഇന്നലെ വരെ തെളിവാണ്. ഇപ്പം പിന്നെ സനാതന ധർമ്മത്തിനെ പറ്റി പറയേണ്ടി വന്നല്ലോ. കൊല്ലത്ര EMS ഇത് പറഞ്ഞിട്ട് കുളം കുഴിക്കുന്നേരം കുറ്റി പറിക്കണോ എന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ എഴുതിയിട്ടുള്ള ലേഖനങ്ങളില്ല ഇവിടെ. നിങ്ങൾ സമാഹൃത കൃതികൾ EMSന്റെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് വായിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. ആ സമാഹൃത ഗതികൾ സത്യസന്ധമായിട്ടാണ് വെച്ചാൽ ഇതിൻ്റെ നിരവധി പ്രയോഗങ്ങൾ നിങ്ങൾക്ക് ആ EMSന്റെ ലേഖനങ്ങൾ മാത്രമാണ്. MS ദേവദാസിൻ്റെയും കേദാമറിനെയും ഒക്കെ വിട്ടാളി. അത് നിങ്ങൾ വലിയ കിതാബാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് ജാതകം സൂക്ഷിക്കുകയാണ്. ജാതകമില്ലാത്ത ഏത് തീയനാണുള്ളത്? എനിക്കും ഉണ്ടായിരുന്നു ജാതകം. പക്ഷെ അത് 15 വയസ്സ് വരെ നിന്നുള്ളൂ. ഞാനും എൻ്റെ അനുജനും അത് കത്തിച്ചിരിക്കുക. അന്ന് അത്ര ബോധമൊന്നും ഉണ്ടായിട്ടല്ല. ഈ മറ്റ് സഹാക്കളൊക്കെ പറയുന്നു 13 വയസ്സിൽ തന്നെ ബാലസംഘത്തിൽ ചേർന്ന് എല്ലാവരും ഈ ഇത്തരം അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന ദേശഭൂഷണി ചർച്ച വരുന്ന അങ്ങനെയൊക്കെ തോന്നി. ഇത് എന്തെങ്കിലും അമ്മൻ്റെ വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം അമ്മക്ക് താക്കോല് മറന്നപ്പോൾ എടുത്ത് ഞങ്ങൾ ഇടക്കും കാലൊക്കെ കട്ടെടുത്ത് മുട്ടായി വാങ്ങലുണ്ട്. അങ്ങനെയൊന്ന് തുറന്നു നോക്കിയ അന്ന് കിട്ടിയ ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ അന്ന് കുട്ടിയായിരുന്ന ഞങ്ങൾക്ക് പോലും അതൊരു അന്ധവിശ്വാസമാണ്. ഇന്ന് അതില്ലാണ്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കല്യാണം കഴിക്കുമോ? ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു നല്ല കാര്യം ചെയ്യോ? ഒരു ഷോപ്പ് തുറക്കണമെങ്കിൽ പോലും അതെടുത്ത് പണിക്കരെടുത്ത് പോയിട്ട് ശനിദശയാണെന്ന് പറഞ്ഞാൽ പിന്നെ തുറക്കുമോ? 4 കൊല്ലം കഴിഞ്ഞ് ശുക്രദശ വന്നാലേ തുറക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഒരു മുസ്ലിം അവിടെ കൊണ്ടുപോയി ഒരു കച്ചവടം ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് നടത്തി അവൻ വിജയിക്കും. ഇവൻ പിന്നെ പോയിട്ട് എന്ത് കാര്യം? അതിന് മുസ്ലിമിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവൻ്റെ അന്ധവിശ്വാസത്തിനെയാണ് കുറ്റം പറയേണ്ടത്. അപ്പം തീയര് ഈ ജാതി കൊണ്ട് നടക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല.
അവർ ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ പേറി നടക്കുന്നിടത്തോളം കാലം ഇത് ബ്രാഹ്മണൻ ഉണ്ടാക്കിയിട്ടുള്ള അന്ധവിശ്വാസമാണ്. ബ്രാഹ്മണൻ മന്ത്രവാദിയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട മന്ത്രവാദിയായിട്ട് ഇന്നിവിടെ മറ്റ് മന്ത്രവാദികൾക്ക് ഒരു 10, 500, 1000 കൊടുക്കും നേരം ഇവന് 1,00,000, 1,50,000 കൊടുക്കും. അങ്ങനെ മന്ത്രവാദിനെയും പണിക്കരെയും ജാതകത്തിനെയും അംഗീകരിച്ചുകൊണ്ട് ഈ മന്ത്രവാദിൻ്റെ അടുത്ത്, പണിക്കരാണല്ലോ മന്ത്രവാദിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. നരഹത്യ വരെ എത്തിയില്ലേ? ഞങ്ങളാണ് നാരായണ ഗുരുവിൻ്റെ പിൻതലമുറ, ഞങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായ പോരാട്ടം, നവോത്ഥാന പ്രശ്നം ഞങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നാണ് അവർ പറയുന്നത്. അവസാന യുക്തിവാദികൾ ഗുരുവായൂരിന്ന് പേതിരെ തല്ല് കിട്ടിയപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ യുക്തിവാദികളുടെ ആവശ്യമില്ലല്ലോ, മാർക്സിസ് അല്ല പഠിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസ കുഴിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള കമ്മ്യൂണിസത്തിൻ്റെ, ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ, ശാസ്ത്രീയമായ മാർക്സിസത്തിൻ്റെ പിൻഗാമികളാണെന്ന് പറയാൻ നാണമില്ലാതെ ഈ ഗതികെട്ട സമയത്ത് ഈ നമ്മുടെ പിന്നെ എന്താണ് ഈ സ്റ്റാലിൻ്റെ മകൻ പറഞ്ഞു, ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, പിന്നെ സനാതനധർമ്മം പിണറായി വിജയൻ, ഞാൻ അന്തം വിട്ടുപോയി. എന്തൊരു മഹത്തായ വാക്കാണത്. ആ സനാതനധർമ്മം ചുട്ടുക. എന്താണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അംബേദ്കർ പറഞ്ഞ ചരക്കാണ്. അതായത് ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, അതായത് ബ്രാഹ്മണ തത്വശാസ്ത്രം. ആ തത്വശാസ്ത്രത്തിനെ തന്നെയാണ് ആ ദൈവങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള സിദ്ധാന്തത്തിനാണ് മൊത്തത്തിൽ സനാതനധർമ്മം എന്ന് പറയുന്നത്. അത് ഹിന്ദു ധർമ്മങ്ങളാണ്. അത് ജാതി സമ്പ്രദായത്തിന് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രാഹ്മണര് ഒരു കൊല്ലം കൊണ്ടല്ല, ഒരു നൂറ്റാണ്ട് കൊണ്ടല്ല, പല നൂറ്റാണ്ട് കൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് ചരിത്രന്മാരാകുക നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഇത് പരിഷ്കരിച്ചെത്തിയതാണ് ഈ സനാതനധർമ്മം അവരുടെ അല്ല എന്നപ്പം പറയുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരാക്ഷേപമില്ലല്ലോ. നിങ്ങളുടെ ജാതി സമ്പ്രദായത്തിനെ അരക്കിട്ടുറപ്പിക്കുന്ന ബ്രാഹ്മണ തത്വശാസ്ത്രം അല്ല ഇതെങ്കിൽ, ഈ സനാതനധർമ്മെങ്കിൽ പിന്നെ അത് എന്താണെന്ന് പറയാൻ അവർക്ക് നന്നായിട്ട് കഴിയുന്നില്ല. ഇവിടെ വേറെയും പല സംസ്കാരങ്ങളുണ്ട്. ആർഷ സംസ്കാരം എന്നാണ് ഇതിന് ഒറ്റയ്ക്ക് പറയുന്നത്. ഇവിടെ വേറെയും സംസ്കാരങ്ങളുണ്ടല്ലോ. ബുദ്ധ സംസ്കാരമുണ്ട്, ജൈന സംസ്കാരമുണ്ട്, സിഖ് സംസ്കാരമുണ്ട്. ഇതിൽ സിന്ധു നദീതട സംസ്കാരം ആര്യൻ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ ഉണ്ട്. ഇതിൽ ഏതാണ് സനാതനധർമ്മം നിങ്ങൾ പറയുന്നത്? നമുക്കത് അറിയണമല്ലോ, പക്ഷെ അത് പറയുന്നില്ല, അതിന് വ്യക്തതയില്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഈ ജാതി സമ്പ്രദായത്തിന് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി അംബേദ്കർ പറഞ്ഞ ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ എന്താണോ ബോംബിട്ട് തകർക്കണമെന്ന് പറഞ്ഞോ അതിൻ്റെ സമാഹാരമാണ്, അതിനെ സംഗ്രഹിച്ച് പറയുന്നതാണ് സനാതനധർമ്മം. അത് ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അംബേദ്കറാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ സൂക്കേട് ഈ ജാതി സമ്പ്രദായം കൊണ്ടാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യമാണ് നമ്മളുടേതെന്ന് കഴിഞ്ഞ 40 വർഷമായിട്ടെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആഫ്രിക്കൻ പിന്നെ അങ്ങ് നമീബിയ, അൾജീരിയ, പിന്നെ മധ്യ ആഫ്രിക്ക, സോമാലിയ മുതലായിട്ടുള്ള രാജ്യങ്ങളുടെ കാറ്റഗറിയിലാണ് നമ്മൾ. ഈ മറ്റേ നമ്മുടെ ഇവര് അധികാരത്തിലേറിയില്ല. പിന്നെ 2014 ലോക പട്ടിണി ഷീറ്റിൽ, വേൾഡ് ഹങ്കർ ലിസ്റ്റിൽ നമ്മൾ 55ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോഴെത്രയാ സ്ഥാനം എന്നറിയാം നിങ്ങൾ? 2023 നമ്മൾ 111ാം സ്ഥാനത്തായിരുന്നു. ആദ്യമായിട്ട് ഇതാ 2024 നമ്മൾ ഒരു 6 പോയിന്റ് കുറഞ്ഞു ആദ്യമായിട്ട്. മറ്റെന്നാലും ഇരട്ടിയാണ് ഇപ്പോഴും. ഇവർ അധികാരത്തിൽ വന്നതിൻ്റെ ശേഷം ഇരട്ടിയാണ്. ഇവരിപ്പോഴും പറയാണ് ഞങ്ങളുടെ ഭരണം മനോഹരമാണ്.
അപ്പം ഇങ്ങനെ പറയുന്ന പിന്നെ മാവോയിസ്റ്റുകളെ തകർത്ത് തരിപ്പണാക്കലായിരുന്നു പണി. ഇപ്പോഴും ഗതി കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഈ മഹാനായ വ്യക്തി ഞാൻ ധാരാളം ആൾക്കാർ സംസാരിക്കാനുണ്ട്. എനിക്കാണെന്ന് വെച്ചാൽ വളരെയധികം പറയാനുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം കുറേശ്ശെ സംസാരിക്കാം. അതാവശ്യമായി വരും. മാർക്സിസ്റ്റുകാരും അംബേദ്കറിസ്റ്റുകളും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പഠിച്ചിടത്തോളം അംബേദ്കർ ശരിക്കും ഒറിജിനൽ മാർക്സിസ്റ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയെ അപഗ്രന്ഥിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടായിരുന്നു ആ പണി. ശരിക്കും അപഗ്രന്ഥിച്ച് സത്യം പുറത്തിട്ടിട്ടുള്ള മഹാനായിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ നമസ്കരിച്ച് കാല് തൊട്ട് വന്നിക്ക് തന്നെ വേണം. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. വേറെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം പറയുന്നു. ഇന്ന് ഈ യോഗം സംഘടിപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പിന്നെ നന്ദി പറയുന്നു. ഇതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.